വയനാടേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയപ്പോൾ എപ്പോഴും കാണുന്ന സ്ഥലങ്ങളല്ലാതെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സാധാരണ കാണാത്ത 2 സ്ഥലങ്ങളിലേക്ക് പോയി. അതിൽ ഒന്നാമത്തതാണ് ഈ വീഡിയോയിലുള്ളത്. സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ നടുവിൽ തന്നെ 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു പുരാതന ജൈന ക്ഷേത്രമുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഈ ക്ഷേത്രം കേരള ജെയിൻ ടെമ്പിൾ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നതാണ്. ഹംപിയിലൊക്കെ നമ്മൾ കാണുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു തനതായ ശൈലിയാണ് ഈ കെട്ടിടത്തിന്. അക്കാലത്ത്, അതായത് 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇവിടെ 12 ജൈന തെരുവുകൾ വരെ ഉണ്ടായിരുന്നതായിട്ട് എഴുതി കണ്ടു. 18-ാം നൂറ്റാണ്ടോടെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തിന് ശേഷം ഇവിടം ആയുധപുരയായി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ആയുധപുര എന്നർത്ഥം വരുന്ന സുൽത്താൻസ് ബാറ്ററിയിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന പേരുണ്ടായത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ആരാധനയൊന്നും നടക്കുന്നില്ലെങ്കിലും എല്ലാ വർഷവും മഹാവീര ജയന്തി ദിവസം സാമാന്യം വലിയ തോതിൽ തന്നെ ആഘോഷിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ കെയർടേക്കർ പറഞ്ഞത്. അകത്ത് ദേവസ്ഥാനത്തിനുള്ളിൽ ഈ പ്രദേശത്ത് നിന്ന് കുഴിച്ചെടുത്ത കുറേ വസ്തുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും ക്യാമറയിൽ പകർത്തിയില്ല. വലിയ കരിങ്കൽ പാളികളും തൂണുകളും കൊത്തുപണികളും മണ്ഡപവും എല്ലാം കൂടെ ഏതോ ഒരു പൗരാണിക നഗരത്തിലെത്തിയ പ്രതീതിയാണ് നമുക്ക് തരുന്നത്. കോമ്പൗണ്ടിൽ അത്യാവശ്യം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പവുമാണ്. ബത്തേരി പട്ടണത്തിനുള്ളിൽ തന്നെ ആണെങ്കിൽ പോലും നഗരത്തിരക്ക് ഒട്ടും അലട്ടാതെ ശാന്തഗംഭീരമായി സ്ഥിതി കൊള്ളുന്ന ഈ ക്ഷേത്രം കണ്ടിരിക്കേണ്ടത് തന്നെ.